അടുത്തൊരു ഫോർമേഷൻ നമുക്ക് പഠിക്കാം. ഫോർമേഷൻ ഓഫ് CH4 മോളിക്യൂൾ നമുക്ക് നോക്കാം. അപ്പം ഞാൻ നേരത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഒരെണ്ണം ആരാ ഉള്ളത് അത് നടുക്ക് എഴുതണം. ഇപ്പോൾ ഇവിടെ C ഒരെണ്ണമല്ലേ ഉള്ളൂ, H എത്ര ഉണ്ട് 4 എണ്ണം. അപ്പോൾ ഇതിന് ചുറ്റിനും നമുക്ക് 4 H ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ നമുക്ക് വരക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, വാലൻസ് ഷെല്ല് കണ്ടുപിടിക്കണം. വാലൻസ് ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന്. വാലൻസ് ഷെല്ല് എന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും അവസാനത്തെ ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് Cൻ്റെ എഴുതാം. Cൻ്റെ എത്രയാണ് അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പോൾ എങ്ങനെ വരും, 2 4 എന്ന് വരും. പിന്നെ വാലൻസ് ഷെൽ ഇലക്ട്രോൺസിൻ്റെ എത്ര ഉണ്ട്, 4 എണ്ണം. ഇനി അതുപോലെ ഹൈഡ്രജൻ എഴുതാം. ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ എത്രയും 1. അപ്പോൾ അതിന് എത്ര എണ്ണം ഉള്ളൂ, ആകെ 1 തന്നെ. അപ്പോൾ ഹൈഡ്രജൻ്റെ 1 നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ഹൈഡ്രജൻ എത്ര തന്നെ വെച്ചായിരിക്കും, ഒരേന്ന് വെച്ച് തന്നെ, എല്ലാവർക്കും ഒരേപോലെ തന്നെ. കാർബൺ നമുക്ക് എടുക്കാം. കാർബൺ എത്ര ഉണ്ട്, 4 എണ്ണം. അപ്പോൾ ഞാൻ ചുറ്റോടി ചുറ്റും 4 ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് സർക്കിൾ ചെയ്യാം. അപ്പം നമ്മൾ എങ്ങനെയാണ് സർക്കിൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഹൈഡ്രജനെ കംപ്ലീറ്റ് ആക്കാം. ഹൈഡ്രജൻ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഹൈഡ്രജന് ടോട്ടൽ കംപ്ലീറ്റ് ആവാൻ എത്ര എണ്ണം വേണം, 2 എണ്ണം വേണം. അപ്പോൾ ഓരോ ഹൈഡ്രജനും 2 എണ്ണം വെച്ച് നമ്മൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇനി കാർബണിൻ്റെ കംപ്ലീറ്റ് ആവണം അല്ലേ. കാർബണിന് മൊത്തത്തിൽ ഇപ്പം 4 ഉണ്ട്. ഇനി എത്ര എണ്ണം കൂടി വേണം, 4 എണ്ണം കൂടി വേണം. അപ്പം എന്ത് ചെയ്യും, ഈ ഹൈഡ്രജൻ്റെ നിന്ന് ഷെയർ ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കാർബണിൻ്റെ ഇങ്ങനെയാണ് CH4ൻ്റെ വരക്കേണ്ടത്. അപ്പം എനിക്ക് ബോണ്ടിങ് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. C എഴുതി 4 സൈഡിലും H. നമുക്ക് ബോണ്ട് നോക്കാം. ഇവിടെ എത്ര ഉണ്ട്, ഒരെണ്ണം സിംഗിൾ ബോണ്ട്. ഇവിടെയും ഒരെണ്ണം, അതുപോലെ ഇവിടെയും അതുപോലെ തന്നെ. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. ഓക്കെ, ഇതുപോലെ നമുക്ക് വേറൊന്നുകൂടെ നോക്കാം. CO2 കൂടെ നോക്കാം. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ C എഴുതി, ആകെ 2 എണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ ഇപ്പുറത്ത് എഴുതി. വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് നോക്കാം. കാർബണിൻ്റെ എങ്ങനെയാണ് 2 4 എന്നാണിത്. അപ്പോൾ 4 എണ്ണം ലാസ്റ്റ് ഷെല്ലിൽ. ഓക്സിജൻ്റെ അതുപോലെ എഴുതുക. ഓക്സിജൻ നമുക്ക് എത്ര ഉണ്ട്, ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്. അപ്പോൾ 2 6 ആയിരിക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നമുക്കപ്പോൾ ഡോട്ട് ഇട്ട് കൊടുക്കാം. കാർബണിന് മൊത്തത്തിൽ 4 എണ്ണം. അപ്പം ഞാൻ ഈ സൈഡിൽ കാർബണിൻ്റെ ഇട്ട്. ഓക്കെ, കാർബണിന് ഇനി എത്ര എണ്ണം കൂടി വേണം, 4 എണ്ണം കൂടി വേണം, ശരിയല്ലേ. അപ്പോൾ ഓക്സിജൻ്റെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ കാർബണിന് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. കാർബണിന് അപ്പോൾ എത്ര എണ്ണം കൂടി വേണം, 4 എണ്ണം കൂടി വേണം. അപ്പം നമുക്ക് 2 എണ്ണം ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇപ്പുറത്ത് മാർക്ക് ചെയ്യാം. അതുപോലെ ഇപ്പുറത്ത് ഓക്സിജനും അതുപോലെ തന്നെ കൊടുക്കാം. ഇവിടെ 2 എണ്ണം മാർക്ക് ചെയ്യുക, ബാക്കിയുള്ളതെല്ലാം അപ്പുറ സൈഡിലേക്ക് മാറ്റി മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് കംപ്ലീറ്റ് ആക്കാം. കാർബണിന് അപ്പോൾ ഇപ്പം മൊത്തത്തിൽ എത്ര എണ്ണം ഉണ്ട്, കാർബണിന് 4 എണ്ണം ഉണ്ട്. ഒരെണ്ണം നമുക്ക് ആദ്യം കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, ഓക്സിജൻ്റെ ആദ്യം നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ഓക്സിജന് ഇപ്പം മൊത്തത്തിൽ എത്ര എണ്ണം ഉണ്ട്, 6 എണ്ണം. 2 എണ്ണം കൂടി കിട്ടിയാൽ കംപ്ലീറ്റ് ആവും, ശരിയല്ലേ. അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് 2 എണ്ണം എടുത്ത്, അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇപ്പുറത്ത് അതുപോലെ തന്നെ ഓക്സിജൻ ഇപ്പം എത്ര എണ്ണം ഉണ്ട്, 6 എണ്ണം. 2 എണ്ണം കൂടി കിട്ടിയാൽ അത് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഇവിടെ നിന്ന് 2 എണ്ണം എടുത്ത്, അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ കാർബണാണ്. കാർബണിന് ടോട്ടൽ ഇപ്പോൾ 4 എണ്ണം ഉണ്ട്. ഇനി 4 എണ്ണം കൂടി വേണം, ശരിയല്ലേ. അപ്പോൾ 2 എണ്ണം കാർബൺ ഇവിടെ നിന്ന് എടുക്കും, 2 എണ്ണം കാർബൺ ഇവിടെ നിന്ന് എടുക്കും. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ CO2യുടെ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബോണ്ട് എഴുതാം. നമുക്ക് C നടുക്ക് അപ്പുറം ഇപ്പുറം O, ശരിയല്ലേ. നമുക്ക് ഈ ബോണ്ടിങ് നോക്കാം. ഇതും കൂടെ എത്ര ബോണ്ട് ഉണ്ട്, 2 ബോണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് നോക്കിയേ, ഇപ്പുറത്ത് അതുപോലെ തന്നെ എന്താ, ഡബിൾ ബോണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്.